ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലരിൽ നിന്നും പലപ്പോഴായി പല രൂപത്തിലുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മെ സഹായിച്ചവരോട് സഹോദരന്മാരെ നമുക്കൊരു ബാധ്യത ഇല്ലേ? അതെ, തീർച്ചയായും ഉണ്ട്. എന്നെങ്കിലും നമ്മെ സഹായിച്ചവർക്ക് പ്രത്യുപകാരം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എങ്കിൽ ഏറ്റവും ഉത്തമമായതും നമുക്ക് നൽകിയതിനേക്കാൾ മെച്ചപ്പെട്ടതും തിരിച്ചു നൽകലാണ് ഏറ്റവും ഉത്തമമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നന്മ ചെയ്തവനു വേണ്ടി ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സാമ്പത്തികമായി നമ്മെ സഹായിച്ചവരും സമ്പാദിക്കാൻ നമുക്ക് മാർഗം കാണിച്ചു തന്നവരും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അവർക്കു വേണ്ടി ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക, അള്ളാഹു താങ്കളുടെ കുടുംബത്തിലും ധനത്തിലും താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം സഹോദരന്മാരെ നാം വിസ്മരിക്കരുത്. പണം കടം നൽകി നമ്മെ സഹായിച്ചവർക്ക് കൃത്യസമയത്ത് കടം തിരിച്ചു നൽകാൻ നാം ശ്രമിക്കുകയും അവർക്കു വേണ്ടി മേൽ സൂചിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് കടത്തിനുള്ള പ്രതിഫലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു: നിശ്ചയം കടത്തിനുള്ള പ്രതിഫലം സ്തുതിയും ആ കടം വളരെ പെട്ടെന്ന് വീട്ടലുമാണ് എന്ന്. പ്രയാസങ്ങളിൽ നമ്മെ ആശ്വസിപ്പിച്ചവനും പരീക്ഷണങ്ങളിൽ മനസ്സു പതറാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കരുത്ത് പകർന്നവർക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടി സർവശക്തനായ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൽ അവരോട് നാം കാണിക്കുന്ന പ്രത്യുപകാരമാണ്. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ. നമ്മെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ പകരമായി നമുക്ക് നൽകാനുള്ളതും ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. അഫ്തറ ഇൻദകുമുസ് സ്വാഇമൂൻ വഅകല തുആമുകുമുൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക. നോമ്പുകാർ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറന്നു, നിങ്ങളുടെ ഭക്ഷണം പുണ്യവാളന്മാർ കഴിക്കട്ടെ, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആതിഥേയർക്കു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, ഞങ്ങളെ സൽക്കരിച്ചവർക്ക് നൽകിയതിൽ നീ അനുഗ്രഹിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് കാരുണ്യം നൽകുകയും ചെയ്യണമേ. പാനീയം നൽകിയവർക്ക് വേണ്ടി അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവരെ നീ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരന്മാരെ, പല സന്ദർഭങ്ങളിലും നമ്മെ സഹായിക്കുന്നവർ ആരാണെന്നോ അവരുടെ പേര് എന്താണെന്ന് പോലുമോ നമുക്കറിഞ്ഞുകൂടാ ഇരിക്കാം. പ്രളയകാലത്തും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മുടെ വീട്ടിൽ എത്തുന്ന ഭക്ഷണ കിറ്റുകളിലോ വസ്ത്ര പാക്കറ്റുകളുടെ മുകളിലോ അത് നൽകുന്നവരുടെ പേരോ മേൽവിലാസമോ പലപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ അവരെയോ അവർ നമ്മളെയോ പരസ്പരം അറിഞ്ഞിട്ടില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നല്ല മനസ്സിന്റെ ഉടമകളെ കാണാൻ സാധ്യതയില്ലെങ്കിലും സഹോദര, അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതാണ് മനുഷ്യത്വവും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതുപോലുള്ളത് നിനക്കുമുണ്ടാകട്ടെ എന്ന് ഒരു മലക്ക് പറയും. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരു മുസ്ലിം തന്റെ സഹോദരനു വേണ്ടി അവന്റെ അഭാവത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്.
അവന്റെ ശിരസിന്റെ ഭാഗത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. കുല്ലമാ ദആ ലി അഖീഹി ബിഖൈറിൻ ഖാലൽ മലക്കുൽ മുഅക്കലു ബിഹി. അവൻ തന്റെ സഹോദരനു വേണ്ടി നന്മക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് പ്രാർത്ഥിക്കും, ആമീൻ വലക ബിമിസ്ലിൻ. ആമീൻ, അല്ലാഹു നിന്റെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ, വലക ബിമിസ്ലിൻ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്ന്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനസ്സിൽ തട്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയും നന്ദിയോടുകൂടി അവർ ഓർക്കുകയുമാണ് നമ്മെ സഹായിച്ചവർക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരം. മറക്കരുത് നാം അവരെ സുഖത്തിലും ദുഃഖത്തിലും ജീവിതത്തിൽ നാം എത്ര അഭിവൃദ്ധിപ്പെട്ടാലും നമ്മെ സഹായിച്ചവരെ നാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പാടില്ല. ഓർക്കണം ആ ആളുകളെ, പ്രാർത്ഥിക്കണം സദാസമയങ്ങളിലും അവരുടെ ഗുണത്തിനും ഇഹപര നന്മക്കും വേണ്ടി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.